മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഇന്ത്യയായി തീരുന്നത് ബഹുസ്വരതയിലാണെന്ന് ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി MP. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച 8ാമത് ക്ലാസിക് പ്രഭാഷണ പരമ്പരയിൽ കബീർദാസ് കവിതയും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ K. ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. വൈവിധ്യങ്ങളിൽ ഏകത്വമാണ് ഇന്ത്യയുടെ പ്രത്യേകത. വിവിധ ഭാഷകൾക്ക് ജന്മം നൽകിയതിലൂടെ ഇന്ത്യ ബഹുസ്വരതയുടെ പ്രതിഫലനമായി അറിയപ്പെട്ടുവെന്നും ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി പറഞ്ഞു. ഈ വിഷയത്തിൻ്റെ ചില പൊതുവശങ്ങളിലൂടെ കടന്നു പോകാനേ ഞാൻ തിരിയുന്നുള്ളൂ. ഇത് ഇന്ത്യൻ ബഹുസ്വരതയെ ചൂഴ്ന്നു നിൽക്കുന്ന വിഷയമാണ്. ഇന്ത്യയായി തീരുന്നത് അതിൻ്റെ ബഹുസ്വരതയിലാണ്. അത് നമ്മളൊക്കെ പറയാറുണ്ട്, നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി. പക്ഷെ അത് ആ പരിഭാഷ പോലും ഒന്ന് തിരുത്തി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരുത്തി പറയാറുണ്ട്, നാനാത്വത്തിൽ ഏകത്വമല്ല, വൈവിധ്യത്തിൽ ഏകത്വമാണ്. അതായത് ഡൈവേഴ്സായിരിക്കുക, പലത് ഒന്നെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, വ്യത്യാസങ്ങൾക്കിടയിലെ ഒന്നാണ്, വൈജാത്യങ്ങൾക്കിടയിലും ഒന്നാണ്. അതാണ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ വൈവിധ്യങ്ങളാണ്, വ്യത്യാസങ്ങളാണ്, പക്ഷെ ഒന്നാണ്. മതം, സംസ്കാരം, ഭാഷ, വസ്ത്രധാരണം, ആഹാരം, ജീവിത രീതികൾ, എന്തിനേറെ പറയണം, മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാത്ത പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥ പോലും ഒന്നല്ല. ഭാഷകളുടെ കാര്യം വളരെ അത്ഭുതമാണ്. പല ഭാഷകളും ഉണ്ടായി വന്നിട്ടുള്ളത്, ആ ഭാഷകളുടെ ജന്മം, ഇതൊക്കെ ഇന്ത്യൻ ബഹുസ്വരതയുടെ അതിമനോഹരമായിട്ടുള്ള നിദർശനങ്ങളാണ്, പ്രതിഫലനങ്ങളാണ്. കബീർദാസ്, രാമാനുജൻ, ജയദേവൻ തുടങ്ങിയ മഹാപുരുഷന്മാർ ഭക്തിപ്രസ്ഥാനത്തിന്റെ ബഹുസ്വരതയുടെ മുഖങ്ങളാണ്. ഭക്തിപ്രസ്ഥാനങ്ങൾ ആഴത്തിൽ സ്പർശിച്ചതിലൂടെ ഇന്ത്യ മതങ്ങളോട് കാണിച്ച സമീപനം ലോകത്തിന് മാതൃകയെന്നും അദ്ദേഹം പറഞ്ഞു. MP തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച 8ാമത് ക്ലാസിക് പ്രഭാഷണ പരമ്പരയിൽ കബീർദാസ് കവിതയും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ K. ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ.